പല കോർപ്പറേറ്റ് ആശുപത്രികളുടെയും വേരുകൾ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ഇൻഷുറൻസ് കമ്പനികളും ഇവരുടെ മദർ കമ്പനിയുടെ സിസ്റ്റർ കൺസേൺ ആയിരിക്കും എന്നുള്ളതാണ്. അതുകൂടാതെ മറ്റ് ഇൻഡസ്ട്രികളുമായി, ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഫുഡ് ഇൻഡസ്ട്രി. ഇത് എങ്ങനെ ഇത്തരം കമ്പനികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഫുഡ് ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ പരസ്യം വരുന്നതും ജനങ്ങളെ ആകർഷിക്കുന്നതും ഫുഡ് ഇൻഡസ്ട്രിയോട് ബന്ധപ്പെട്ട പരസ്യങ്ങളാണ്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാർ അവരുടെ ജോലിക്ക് പോകുന്നതിനിടയിൽ കഴിക്കാവുന്ന ഭക്ഷണങ്ങളുടെ പ്രിപ്പറേഷൻ, ഇതിനൊക്കെ പറ്റിയ ഭക്ഷണങ്ങളാണ്. അപ്പോൾ മരുന്ന് കമ്പനികൾക്ക് വേണ്ട എന്താ, അവർ ഉൽപ്പാദിപ്പിക്കുന്ന വില കൂടിയ വസ്തുക്കളുണ്ട്. സ്റ്റെൻറ്റ്, പേസ് മേക്കർ, അതുപോലെ വലിയ സർജറിക്ക് വേണ്ട വസ്തുക്കൾ, ഇതൊക്കെ അവർ ഉണ്ടാക്കുന്ന വില കൂടിയ സാധനങ്ങളാണ്. വില കൂടിയ സാധനങ്ങൾ ചിലവാകണമെങ്കിൽ അസുഖം വലുതായിരിക്കണം, വലിയ അസുഖം വരണം. എങ്കിൽ മാത്രമേ ഇത്തരം അവരുടെ എക്യുപ്മെൻറ്റ്സോ ഇതിനു വേണ്ട നെസസിറ്റി സാധനങ്ങൾ ചിലവാകുള്ളൂ. അപ്പോൾ അതിന് രോഗം വാഴണം. രോഗം വെറുതെ വന്നാൽ മാത്രം പോരാ, രോഗം അത് മൂർച്ഛിക്കണം. അതിന് ഒരു കാര്യം, ഇതിൻ്റെ ഒരു റിലേഷൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുക. പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, ഗൾഫിലുള്ളവർക്ക് പ്രത്യേകിച്ച് അറിയാം. 1 കിലോ 1 കിലോ 2 കിലോയുടെയൊക്കെ പീനട്ട് ബട്ടറിൻ്റെ വലിയ ജാറ് വലിയ ഓഫറിലാണ് കൊടുക്കുന്നത്. നമ്മൾ മേടിച്ചിട്ട് കണക്കൂട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിലയും ഇത് കൃഷി ചെയ്യാനുള്ള ചിലവും കൂടി ഒട്ടും പൊരുത്തപ്പെട്ടു പോകില്ല. നഷ്ടത്തിന് അവർ കൊടുക്കുന്ന വിലയാണ്. എങ്ങനെയാണ് സാധിക്കുന്നത് ഇത്ര നഷ്ടത്തിന് കൊടുക്കുന്നത്? ഇതിന് ഇവർക്ക് കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തു ഡിസ്കൗണ്ടോടുകൂടി മാർക്കറ്റിൽ ലഭ്യമാകുമ്പോൾ വരുന്ന നഷ്ടമുണ്ടല്ലോ, ആ നഷ്ടം ആര് കൊടുക്കുന്നു? ഈ മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ കൊടുക്കുന്നു, കമ്പനികൾ കൊടുക്കുന്നു. അതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താ? അതുകൊണ്ടുള്ള ഗുണം, ഈ പീനട്ട് ബട്ടറിൽ അടങ്ങിയിട്ടുള്ള ഓയിൽ പാം ഓയിലാണ്. പാം ഓയിലിൻ്റെ പ്രത്യേകത എന്താ? പാം ഓയിൽ അന്തരീക്ഷവുമായിട്ട് പ്രവർത്തിച്ച് വിഘടിക്കില്ല. പാം ഓയിൽ ഒരു ഗ്ലാസ്സിൽ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം ഇരുന്നാലും അതിൻ്റെ കളർ മാറില്ല, യാതൊരു മാറ്റവും സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഈ പ്രിസർവേറ്റീവ് അധികം ഉപയോഗിക്കാതെ തന്നെ പാം ഓയിലിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കുറേ നാളിരിക്കും, പ്രതിപ്രവർത്തനം നടക്കില്ല. അപ്പോൾ ഈ പാം ഓയിൽ വിഘടിക്കുന്ന അളവ് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിനുള്ളിൽ പാം ഓയിൽ കഴിച്ച് ചെല്ലുമ്പോൾ ഇൻസുലിൻ, പാൻക്രിയാസാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ കൂടുതലുണ്ടാക്കുകയോ കുറവുണ്ടാക്കുകയോ ചെയ്യുന്നതാണ് ഈ പാൻക്രിയാസിൻ്റെ താളം തെറ്റൽ. അപ്പോൾ ഈ പാം ഓയിൽ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇത് വിഘടിച്ച് പാൻക്രിയാസിൽ നിന്നുണ്ടാക്കുന്ന ഇൻസുലിൻ ഇതുമായി പ്രവർത്തിച്ച് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് കോശങ്ങളിലെത്തി കോശങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പ്രക്രിയയുടെ രീതി താളം തെറ്റും. അത് ശരിക്കും നടക്കില്ല. പിന്നെ പാൻക്രിയാസ് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. ഓവർലോഡ് പ്രവർത്തിച്ച് ഇത് മാറ്റി കോശങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇത്തരത്തിലാവുമ്പോൾ എന്താവും? ഷുഗർ നേരത്തെ വരും, പാൻക്രിയാസിൻ്റെ പ്രവർത്തനക്ഷമതക്കുറവ് കാരണം. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഷുഗർ വരും. അപ്പോൾ ജോലിക്ക് പോകുന്നവർ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിന് കണ്ടിട്ടില്ലേ, ഈ എളുപ്പമുള്ളതാണ്, ബ്രെഡിലൊക്കെ ഉപയോഗിക്കാവുന്ന ഈ പീനട്ട് ബട്ടർ കൊടുക്കും. പീനട്ട് ബട്ടർ അതൊരു ഉദാഹരണം മാത്രം, ഒരു ഫുഡ് ഐറ്റം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് കുറച്ച് പ്രായമാകുമ്പോഴേക്കും ഇൻസുലിൻ, ഇതിൻ്റെ ഷുഗറിൻ്റെ പ്രശ്നം വരും. കുറച്ചുകൂടി വളരുമ്പോൾ ഇവർക്ക് അതിനോട് ബന്ധപ്പെട്ട വലിയ അസുഖങ്ങളായി അതിൻ്റെ ചികിത്സ വേണ്ടി വരും. ഈ പാം ഓയിലുള്ളത് സാച്ചുറേറ്റഡ് ഫാറ്റ്, പൂരിത കൊഴുപ്പ് അല്ല മലയാളം. ഇത് നമ്മളെ ദഹനത്തിനും മറ്റും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, ദഹിക്കാൻ പ്രയാസമുള്ളതാണ് ഇങ്ങനെയുള്ള ഫാറ്റ്. സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട് ഒലിവ് ഓയിലൊക്കെ ഉള്ളത്. അത് പെട്ടെന്ന് യാതൊരു പ്രശ്നമില്ല. നമ്മൾ അന്തരീക്ഷവുമായിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒലിവ് ഓയിലൊന്നും കട്ടിയാവില്ല. ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാവാത്ത ഓയിലുകളൊക്കെ തന്നെ ശരീരത്തിന് ഫ്രണ്ട്ലിയാണ്, മറ്റുള്ളതൊക്കെ കട്ടിയാവും. അതേസമയം സൺഫ്ലവർ ഓയിൽ കുഴപ്പമില്ല, അങ്ങനത്തെ സൺഫ്ലവർ ഓയിൽ ഉണ്ടാ. അതേസമയം ഈ പാം ഓയിലിൽ നിന്ന് എടുക്കുന്ന, ആദ്യമായി തിരിച്ചെടുക്കുന്ന അതിൻ്റെ ഒരു ഘടകമുണ്ട്. അതിന് കളറില്ല, മണമില്ല. ഏത് ഓയിലിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാൻ, മായം ചേർക്കാൻ വേണ്ടി. അപ്പോൾ ഇത് 10% 20% പല ഓയിലും, നല്ല ഓയിലുകളിൽ, ഈവൺ ഒലിവ് ഓയിലിൽ വരെ കൂട്ടുന്നുണ്ട്. കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ
അതിൻ്റെ കളറ് മങ്ങിപ്പോവുകയോ ചെറുതായിട്ട് കട്ടിയാവുകയോ ചെയ്യും. ഇതിന് മായം ചേർക്കാൻ വേണ്ടി ഈ പാം ഓയിലിൻ്റെ ഈ ഘടകമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ.